ബൈത്തു സക്കാത്ത് കേരളയുടെയും വളാഞ്ചേരി സക്കാത്ത് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ നിർമ്മിച്ച വീടിന്റെ സമർപ്പണം വിപുലമായി സംഘടിപ്പിച്ചു. ചടങ്ങ് ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇസ്ലാമിലെ സക്കാത്തിന്റെ അന്തിമ ലക്ഷ്യമെന്ന് ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അഭിപ്രായപ്പെട്ടു. സംഘടിത സക്കാത്ത് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കിയാൽ അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ മെച്ചപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബൈത്തു സക്കാത്ത് കേരളയുടെയും വളാഞ്ചേരി സക്കാത്ത് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ നിർമ്മിച്ച വീടിന്റെ സമർപ്പണം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമസ്കരിക്കുന്നില്ല, 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം മാത്രം നിർവഹിക്കുന്ന ഒരാൾ ചുരുങ്ങിയത് 17 തവണ ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് തൗഹീദിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. നമ്മോട് തിരിച്ചു ചോദിക്കുന്നു, ഇതിൽ കൊണ്ടും നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ തൗഹീദ് അംഗീകരിച്ചവരാണെങ്കിൽ, നിങ്ങൾ മുവഹ്ഹിദുകളാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. ചടങ്ങിൽ ബൈത്തു സക്കാത്ത് കേരള സമിതി അംഗം പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കെ.എം. അബ്ദുൽ അസീസ് പ്രാർത്ഥന നടത്തി. വളാഞ്ചേരി സക്കാത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ കെ.ടി. ഹംസ സ്വാഗതവും സെക്രട്ടറി വി. അനസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.